ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമൻ നാരായണീയത്തിലെ മൂന്നാമത്തെ ദശകമായ ഭക്തി പ്രാർത്ഥന, അതിലെ ഒന്നാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം കേട്ടോ. ഒന്നാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും രണ്ടാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പഠന്തോ നാമാനി പ്രമദപരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, അതിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭക്തിയോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് നമ്മൾ ഈ ദശകത്തിൽ ഭക്തന്മാരുടെ വകഭേദങ്ങൾ, ഭക്തന്മാരുടെ സ്വഭാവം എന്തൊക്കെയാണ്, അതിനൊക്കെയാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കുന്നത് കേട്ടോ. പഠന്തോ നാമാനി, നാമാനി പഠന്ത, നാമാനി നാമങ്ങൾ. ഭഗവാന് ഒരു നാമം എന്നല്ല അല്ലേ, സഹസ്രനാമം, 1000 നാമം, 1000-ലധികം നാമങ്ങളൊക്കെ ഉണ്ട് ഭഗവാന്. അപ്പോൾ ആ നാമങ്ങളൊക്കെ ജപിച്ചിട്ടും അല്ലെങ്കിൽ നാമസങ്കീർത്തനമൊക്കെ ചെയ്തിട്ടും പ്രമദഭരസിന്ധോ, പ്രമദം എന്ന് പറഞ്ഞാൽ വളരെ അധികം സന്തോഷം, വര സിന്ധു, വര പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞ, സിന്ധൗ, സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രം, സിന്ധൗ പറഞ്ഞാൽ സമുദ്രത്തിൽ, നിപതിതാഹ പറഞ്ഞാൽ ആനന്ദം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഭഗവാന്റെ നാമം ജപിച്ചിട്ടും അല്ലെങ്കിൽ നാമസങ്കീർത്തനം ചെയ്തിട്ടും ഒക്കെ ആ ആനന്ദമാകുന്ന ആ സാഗരത്തിൽ ഇങ്ങനെ ആറാടിക്കൊണ്ട് ഇങ്ങനെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് സ്മരന്തോ രൂപം ദേ വരദ, തേ രൂപം സ്മരന്തഃ, അങ്ങയുടെ ആ രൂപത്തെ ഇങ്ങനെ സ്മരിച്ചു, മനോഹരമായ അങ്ങയുടെ ആ രൂപത്തെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് വരദ, വരദ പറഞ്ഞ ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ്, വരം നൽകുന്നവൻ. നമ്മൾക്ക് ഭഗവാന്റെ ഭക്തന്മാർക്കൊക്കെ സർവാഭിഷ്ടങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്നത്, ഈ ഭക്തന്മാർക്ക് എന്തു വേണോ അതൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ ഭഗവാനാണ്. അതുകൊണ്ടാണ് വരദ എന്നുള്ള ആ ഒരു വിശേഷണം. കഥയന്തോ ഗുണകഥാഹ, ഗുണകഥ, ഭഗവാന്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാന്റെ ആ ഭക്തവാത്സല്യത്തെ പറ്റിയിട്ടൊക്കെ അങ്ങനെ പറയുക. അതുപോലെ തന്നെ കഥയന്ത, കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കഥ, ഭക്തന്മാർ തമ്മിൽ പരസ്പരം ഇങ്ങനെ ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭഗവാന്റെ ഗുണങ്ങളെയൊക്കെ ഇങ്ങനെ കീർത്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചരന്തോ. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്, നാമം ജപിച്ചിട്ട്, നാമങ്ങൾ ജപിച്ചിട്ടും അതുപോലെ തന്നെ ഭഗവാന്റെ സങ്കീർത്തനങ്ങൾ, നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഇങ്ങനെ ആനന്ദസാഗരത്തിൽ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ഭഗവാന്റെ മനോഹരമായ രൂപത്തെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ കഥകളും പിന്നെ ഭക്തന്മാരിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഗുണങ്ങളെയൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചരന്തോ, ചരന്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭക്തന്മാരെ എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം ജപിച്ചിട്ടും ഭഗവാന്റെ സങ്കീർത്തനം ചെയ്തിട്ടും ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇരിക്കില്ല, ഇവരിങ്ങനെ ഓരോ പുണ്യക്ഷേത്രങ്ങളായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതാണ് ചരന്ത, ചരന്ത. ഈ ഭക്ത, ഏതൊരു ഭക്തനാണോ ത്വയി ഖലു ആ നിന്തിരുവടിയില് രമന്തേ, രമന്തേ പറഞ്ഞാൽ രമിക്കുന്നത്, ആനന്ദിക്കുന്നത്, സന്തോഷം എന്നൊക്കെ പറയില്ലേ, ആരാണോ രമിക്കുന്നത്, പരമമൂനഹം, പരം പ്ലസ് അമൂൻ പ്ലസ് അഹം, പരമമൂനഹം അവരെ മാത്രമേ അഹം ഞാൻ
ധന്യാൻ, ഭാഗ്യവാന്മാര് എന്ന് അവരെ മാത്രമേ പറയുള്ളൂ എന്ന് പറയുകയാണ്. ഭഗവാന്റെ നാമസങ്കീർത്തനമൊക്കെ ചെയ്ത് ഭഗവാനെ ഇങ്ങനെ മനസ്സിലെപ്പോഴും ഇങ്ങനെ ആ രൂപമൊക്കെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ കഥകളും ഗുണഗണങ്ങളെയൊക്കെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ട് പിന്നെ ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ പാടി പുണ്യക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ സന്ദർശിക്കുന്ന ആരാണോ, ഏത് ഭക്തനാണോ അങ്ങനെ ചെയ്യുന്നത്, ആ ഭഗവാനിൽ ഇങ്ങനെ രമിച്ച് ജീവിക്കുന്നത്, അവരെ മാത്രമേ എന്ത് പറയുള്ളൂ, ധന്യൻ ഭാഗ്യവാന്മാർ എന്ന് പറയുള്ളൂ എന്ന് പറയുകയാണ്. പിന്നെ സമതിഗത സർവാഭിലഷിതാൻ. സമതിഗത എന്ന് പറഞ്ഞാൽ കയ്യിൽ ലഭിച്ചിട്ടുള്ളത്. അവർക്ക് എന്താണ്, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവരായിട്ടുള്ളത് എന്താണ്, ഇങ്ങനത്തെ അവരെ മാത്രമേ ഭാഗ്യവാന്മാരെന്ന് പറയുള്ളൂ എന്ന് പറയുകയാണ്. എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ സർവ വസ്തുക്കളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത് ഭക്തി മാത്രമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് എന്താണ്, ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്കെന്താണ്, സിദ്ധിക്കാനായിട്ട് ഒന്നുമില്ല. വേറെ ഒന്നിനും അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല, ഇല്ലാതെയാകുന്നു. അതിൽ തന്നെ അവർ തൃപ്തരാണ്. അപ്പോൾ എന്താണ്, ഈ ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ദുഃഖം ഉണ്ടാവുന്നത് അല്ലേ. ആഗ്രഹങ്ങളും ഒന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടോ? ഇല്ല. എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഈ ഭഗവാനിലേക്ക് ഇങ്ങനെ അടുക്കും തോറും എന്താണ്, നമുക്ക് ഒരു ആഗ്രഹവും ഇല്ലാത്ത ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ എന്തുണ്ടാവുന്നു, നമ്മൾക്ക് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അപ്പോൾ ദുഃഖവും ഇല്ല, നമുക്ക് പരമാനന്ദം മാത്രമേ ഇനി അനുഭവിക്കാനുള്ളൂ. അതാണ് പറയുന്നത് ഭക്തന്മാർക്ക്. അതുകൊണ്ടാണ് ഈ ഭക്തന്മാർക്കൊന്നും, ഇപ്പോൾ വളരെ ചെറുപ്പം ആൾക്കാരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് അല്ലേ, എനിക്ക് ആഗ്രഹമൊന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയുമോ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയും അല്ലേ. അപ്പോൾ പക്ഷേ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ ഈ ഭഗവാനിലേക്ക് നമ്മൾ അടുക്കും തോറും നമുക്ക് ആഗ്രഹങ്ങളൊക്കെ കുറഞ്ഞ് നമ്മളുടെ മനസ്സിങ്ങനെ ആ പരമാനന്ദത്തിൽ ലയിക്കാൻ നമുക്ക് കഴിയും. കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. ഈ ഭക്തി തന്നെയാണ് ശ്രേഷ്ഠം എന്ന് വിചാരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സിദ്ധിക്കാനായിട്ട് ഒന്നുമില്ല, എല്ലാ അഭിലാഷങ്ങളും തീർന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അവർക്ക് ആഗ്രഹങ്ങളും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അതാണ് ഇവിടെ പറയുന്നത് സമതിഗത സർവാഭിലഷിതാൻ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവര് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. പഠന്തോ നാമാനി പ്രമദപരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം ദേ പരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമതിഗത സർവാഭിലഷിതാൻ. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.